വിതരണ ശൃംഖലയിൽ ചൈനയ്ക്ക് പകരമായി ഇന്ത്യ ഒരു പ്രധാന ബദലായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് US വ്യാപാര അംബാസഡർ ജാമിസൺ ഗ്രീഡ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മുടെ പ്രതിപക്ഷം തന്നെ വിമർശിക്കുകയാണ്. ഈ അവസരത്തിലാണ് ലോക നേതാക്കൾ ഇന്ത്യയെ പ്രശംസിക്കുന്നത്. ചൈനയിൽ നിന്ന് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന നിരവധി അമേരിക്കൻ കമ്പനികൾ ഇതിനകം തന്നെ ഇന്ത്യയിലേക്ക് മാറുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ വിപുലമായ നിർമ്മാണ ശേഷിയും വലിയ തോതിലുള്ള തൊഴിലാളി സമ്പത്തുമാണ് അമേരിക്കൻ കമ്പനികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ആഗോള സാമ്പത്തിക ക്രമത്തിൽ ചൈനയിൽ നിന്നുള്ള ആശ്രിതത്വം കുറയ്ക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഒരു സുപ്രധാന വേ സ്റ്റേഷനായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഗ്രീർ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നത്. അമേരിക്കൻ തൊഴിലാളികളുടെയും നിർമ്മാണ മേഖലയുടെയും താൽപ്പര്യങ്ങൾക്കാണ് US പ്രഥമ പരിഗണന നൽകുന്നതെങ്കിലും വിതരണ ശൃംഖലകൾ വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യ മികച്ചൊരു സ്രോതസ്സാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തിടെ പ്രഖ്യാപിച്ച ഇടക്കാല വ്യാപാര കരാറിൽ ഇന്ത്യ വലിയ പ്രതിബദ്ധതയാണ് കാണിക്കുന്നതെന്നും US ട്രേഡ് ചീഫ് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി അമേരിക്കയെ ബാധിച്ചിരുന്ന ഡിജിറ്റൽ സർവീസ് ടാക്സ് ഇന്ത്യ പിൻവലിക്കുകയും നികുതി നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വരും വർഷങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സുപ്രധാനമായ ഒരു കരാറാണിത്. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തുടക്കം കുറിച്ച വിശാലമായ ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകളുടെ തുടർച്ചയായാണ് ഈ നീക്കങ്ങൾ കാണുന്നത്. വിതരണ ശൃംഖലകൾ കൂടുതൽ സുരക്ഷിതവും പ്രതിരോധ ശേഷിയുള്ളതുമാക്കി മാറ്റാനുള്ള അമേരിക്കയുടെ സാമ്പത്തിക തന്ത്രത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. അതേസമയം ഇന്ത്യയും US തമ്മിൽ പുതിയ വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉയർത്തി പ്രമുഖ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾഡ്സ്മാൻ സാക്സ് രംഗത്തെത്തിയിരുന്നു. US തീരുവ കുറച്ചത് ഇന്ത്യൻ കയറ്റുമതിക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതേ തുടർന്ന് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി കുറയുമെന്നും അവർ പ്രവചിക്കുന്നുണ്ട്. 2026 ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ചാ പ്രവചനം 6.9% ഉയർത്തിയിട്ടുണ്ട്. 20 ബേസിസ് പോയിന്റിന്റെ വർധനമാണിത്. US തീരുവകൾ കുറച്ചതിന്റെ പ്രയോജനം ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി സംബന്ധിച്ച കണക്കുകളിലും മാറ്റം വരുത്തി. ഇന്ത്യൻ കയറ്റുമതിക്ക് തീരുവ കുറയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. 2026 കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 0.8% കുറയുമെന്നാണ് പുതിയ വിലയിരുത്തൽ. ഏകദേശം 0.25% കുറവാണിത്. വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ രൂപയുടെ മേലുള്ള സമ്മർദ്ദം കുറഞ്ഞതായും ഗോൾഡ് സാക്സ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കറൻസി ഇന്ത്യൻ രൂപയായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ന് രൂപയുടെ മൂല്യം ഇനിയും കാര്യമായി ഉയരാൻ സാധ്യതയില്ലെന്നാണ് അവർ പറയുന്നത്. വ്യാപാര കരാറിന് ശേഷം വിദേശ നിക്ഷേപം വർദ്ധിച്ചാലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടലുകൾ കാരണം ഇന്ത്യയുടെ മൂലധന വർധന പരിമിതിയായിരിക്കും. അതേസമയം പലിശ നിരക്കുകൾ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ ഗോൾഡ്സ്മാൻ സാക്സ് മാറ്റം വരുത്തിയിട്ടില്ല. റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിച്ചു എന്നാണ് അവരുടെ വിലയിരുത്തൽ. സാമ്പത്തിക വളർച്ചയിലെ അപകട സാധ്യതകൾ കുറഞ്ഞതിനാൽ 2026 RBI റിപ്പോ നിരക്ക് 5.25% മാറ്റമില്ലാതെ നിലനിർത്തുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.